പ്രിയപ്പെട്ട നെറ്റ് പഠിതാക്കളെ, 2023 ഡിസംബറിൽ NTA UGC നെറ്റ് നടത്തിയ പരീക്ഷയുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. വിജയിച്ച എല്ലാ നെറ്റ് പഠിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. പരാജയപ്പെട്ട ഓരോരുത്തരോടും പറയാനുള്ളത്, പരാജയം എന്നത് ഒരു അവസാന വാക്കല്ല. പരാജയപ്പെട്ടവർ കൂടുതൽ തീഷ്ണതയോടുകൂടി പഠിക്കുക. വളരെ കുറഞ്ഞ മാർക്കുകൾക്കൊക്കെ ആയിരിക്കാം നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. കൂടുതൽ എഫേർട്ട് എടുത്ത് ഏതൊക്കെ മേഖലയാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് തിരിച്ചറിഞ്ഞ് പരീക്ഷയിൽ വന്ന പാളിച്ചകൾ മനസ്സിലാക്കി അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും പിന്മാറിപ്പോകരുത്. മുന്നോട്ട് പോകുന്നവർക്കുള്ളതാണ് എല്ലാ വിജയങ്ങളും. പരാജയം വിജയത്തിൻ്റെ മുന്നോടി തന്നെയാണ്. 3 പ്രാവശ്യം പരാജയപ്പെട്ട ശേഷമാണ് എനിക്ക് എൻ്റെ JRF ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത്. ഒരു പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിച്ചിരിക്കുക സ്മാർട്ട് വർക്ക് കുറഞ്ഞു പോയി എന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്ക് കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നെറ്റ് പോലൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ വേണ്ടത് സ്മാർട്ട് വർക്കാണ്. അതായത് ഏതൊക്കെ ഏരിയയാണ് സ്ഥിരമായി ചോദിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഏരിയകൾ വൃത്തിയായി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്തുതന്നെ ആയാലും നിങ്ങൾക്ക് അടുത്ത ഒരു പരീക്ഷയിൽ പരാജയപ്പെടുവാൻ ഇടയാക്കാത്ത രീതിയിൽ വേണം നിങ്ങളുടെ പഠനം മുന്നേറാൻ. വിജയിച്ച എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പരാജയപ്പെട്ടവർക്ക് കൂടുതൽ ഊർജ്ജത്തോടു കൂടി പഠിച്ച് അടുത്ത പരീക്ഷയിൽ വിജയിക്കാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ജനന തീയതിയും കൊടുത്തിട്ടാണ് നിങ്ങൾ റിസൾട്ട് നോക്കേണ്ടത്. ഒരു പക്ഷേ സൈറ്റ് ഡൗൺ ആയതുകൊണ്ടായിരിക്കാം ലിങ്ക് പ്രവർത്തിക്കാതിരിക്കുന്നത്. തുടർച്ചയായി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാ ആശംസകളും. മലയാളവും പേപ്പർ 1 എങ്ങനെ പഠിക്കണം എന്നറിയാത്ത കുട്ടികൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇതോടൊപ്പം ഞാൻ എൻ്റെ നമ്പർ കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്.